CPIM ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന് കൊടിയുയർന്നു. പ്രതിനിധി സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഫെഡറൽ സംവിധാനത്തിനെതിരെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാന സർക്കാരുകളെ അസ്ഥിരപ്പെടുത്തുകയാണ് കേന്ദ്രത്തിന്റെ ഉദ്ദേശം. ഇതിനെതിരെ അതിശക്തമായ ചെറുത്തുനിൽപ്പുണ്ടാകണമെന്നും മുഖ്യമന്ത്രി പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പറഞ്ഞു. ഈ ഇനങ്ങളാകെ സംസ്ഥാനങ്ങൾക്ക് പൊതുവായ ഫെഡറൽ സംവിധാനം, അതിനാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന മുദ്രാവാക്യവുമായി BJP ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നു. ഉദ്ദേശം സംസ്ഥാന സർക്കാരിനെ ദുർബലപ്പെടുത്തുകയാണ്. സംസ്ഥാന സർക്കാരുകൾ ഇപ്പോൾ രാജ്യത്തെ ഒറ്റ കമ്പോളമാക്കി മാറ്റാനാണ്. അതാണ് BJPയുടെ ലക്ഷ്യം. അപ്പോ അതിനെതിരെയുള്ള അതിശക്തമായ ചെറുത്തുനിൽപ്പ് ഉയർന്നു വരികയാണ്. ഷാജഹാൻ കൂടി ചേരുകയാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി. ഷാജി, ആലപ്പുഴ ജില്ലാ സമ്മേളനം ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? ഒപ്പം തന്നെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പറഞ്ഞത് എന്തൊക്കെയാണ്? മനു, ഹരിപ്പാടാണ് പ്രതിനിധി സമ്മേളനം. അല്പസമയം മുൻപ് സമ്മേളനം നടക്കുന്ന ഹരിപ്പാടാണ്. അവിടെയാണ് മുഖ്യമന്ത്രി സംസാരിച്ചത്. മനു നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സംസ്ഥാന സർക്കാരുകളെ അസ്ഥിരപ്പെടുത്തുകയാണ് ഇപ്പോൾ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകളുടെ ഉദ്ദേശിക്കുന്നത്. കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഇതിനെതിരെ അതിശക്തമായ ചെറുത്തുനിൽപ്പ് ഉണ്ടാകണം എന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി. ന്യൂനപക്ഷങ്ങളെ രണ്ടാംകിട പൗരന്മാരാക്കാനുള്ള ശ്രമമാണ് ഇതിലൂടെ കാണേണ്ടതെന്നും മുഖ്യമന്ത്രി പറയുകയുണ്ടായി. ഇത്തരത്തിൽ ദേശീയ രാഷ്ട്രീയത്തിൽ BJP നടത്തുന്ന സർക്കാരിനെതിരെയും അതോടൊപ്പം തന്നെ രാജ്യത്ത് തന്നെ ഭൂരിപക്ഷ വർഗീയത സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതിന് ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നതിനെതിരെ അദ്ദേഹം സംസാരിച്ചപ്പോൾ കേരളത്തിലും ന്യൂനപക്ഷ സമുദായങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ട് മുസ്ലിം ലീഗും അതോടൊപ്പം തന്നെ കോൺഗ്രസും ഒക്കെ തന്നെ ന്യൂനപക്ഷ വർഗീയത വളർത്താനുള്ള ശ്രമമാണ് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് SDP അടക്കമുള്ള സംഘടനകളുമായിട്ട് മുസ്ലിം ലീഗിൻ്റെ കൂട്ടുകൂടൽ, ജമാഅത്തെ ഇസ്ലാമിയായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ കൂട്ടുകൂടൽ. ഇതൊക്കെ തന്നെ അവരുടെ ആത്മഹത്യാപരമായിട്ടുള്ള ഒരു പ്രവണതയായിട്ടാണ് ഇതിനെ കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ കോൺഗ്രസിന് നേരത്തെ സംഭവിച്ച പോലെ തന്നെ BJPക്കും സംഭവിക്കും. അത് ലീഗിനെ ഇല്ലാതാക്കുന്ന ഒരു സമീപനത്തിലേക്ക് പോകും എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. എന്തായാലും പ്രതിനിധി സമ്മേളനം അല്പസമയം മുൻപാണ് സമാപിച്ചത്. ഇനിയിപ്പോൾ ജില്ലാ സെക്രട്ടറി അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയാണ് ഉച്ചയ്ക്ക് ശേഷം നടക്കുക. ഇന്ന് പൊതു ചർച്ചയും അതോടൊപ്പം തന്നെ ഗ്രൂപ്പ് ചർച്ചകളും ഒക്കെ തന്നെ നടക്കും. നാളെയും ചർച്ച പുരോഗമിക്കുമെന്ന് തന്നെയാണ് അല്പസമയം മുൻപ് ജില്ലാ സെക്രട്ടറി അറിയിച്ചത്. നാളെ വൈകിട്ടോടെ കൂടിയായിരിക്കും നടപടിക്രമങ്ങൾ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഒപ്പം തന്നെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി സമകാലിക രാഷ്ട്രീയ സംഭവ വികാസങ്ങളെയൊക്കെ പരാമർശിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര സർക്കാർ നിലപാടുകളെയൊക്കെ ശക്തമായി വിമർശിക്കുകയും ചെയ്തത്. വിവരങ്ങളാണ് ഷാജഹാൻ നൽകിയത്.